ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമു തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിന ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 109 സങ്കീർത്തനം 21 മുതലുള്ള ചില തിരുവചനങ്ങൾ. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്ത വണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനും ആകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടിക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈ എന്ന് നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിക്കും. എൻ്റെ എതിരാളികൾ നിന്ന ധരിക്കും. പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ്കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രാത്രികാല സുഖകരമായി ഉറക്കം തന്ന് ഒരു പുതിയൊരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ. ദൈവമേ, ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സമാധാനം, സന്തോഷം എല്ലാം തന്ന് ഈ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അടിയങ്ങളെ സഹായിച്ച യേശു കർത്താവിന്റെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ.
ആമേൻ. സ്തോത്രം. രോഗാവസ്ഥയിലായിരുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും വിടുതൽ ആശ്വാസവും നൽകിയതായി നന്ദി പറയുന്നു അപ്പ. മനസ്സിന് സമാധാനം സ്വസ്ഥതയില്ലാതെ പലവിധ ഭാരങ്ങളാല് നിരാശയുടെ ആത്മാവിനാല് സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുത്തിയിരുന്ന അവസ്ഥകളിൽ നിന്ന് ഹല്ലേലൂയ ആ പൈശാചിക മണ്ഡലങ്ങളുടെ പിടിയിൽ നിന്ന് വിടുവിച്ച് കർത്താവ് തന്നതായ സൗഖ്യത്തിനായി സമാധാനത്തിനായി നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രനാഥ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേപ്പോലെ ഹല്ലേലൂയ രക്ഷിക്കുന്ന ദൈവം വേറെ ഇല്ലല്ലോ കർത്താവെ. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന നാഥ, അങ്ങ് ചെയ്യുന്ന സകലത്തിന് നന്മയല്ലാതെ തിന്മയായിട്ടൊന്നും ചെയ്യാത്ത കർത്താവായിരിക്കാം നന്ദി പറയുന്ന കർത്താവേ. സ്തോത്രം നാഥ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. എൻ്റെ ദൈവമായ യഹോവേ, അങ്ങ് മാത്രമേ ഞങ്ങളെ സഹായിക്കുവാനുള്ളൂ കർത്താവേ. അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം ഞങ്ങളെ രക്ഷിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് എൻ്റെ യഹോവയുടെ കൈയാണെന്ന് എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കിയെന്നും അത്ഭുത സാക്ഷികളായി പുറത്തു വരുവാൻ കർത്താവ് ദിനംതോറും സൗഖ്യത്തോടെ വിടുതലോടെ സമാധാനത്തോടെ നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. അപ്പാ അങ്ങ് നൽകിയ സകല നന്മകൾക്ക് നന്ദി പറയുന്നു നാഥ. എൻ്റെ കർത്താവ് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ തുടർന്നും ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഞങ്ങളെല്ലാം സഹായിക്കണം അപ്പാ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നു, അടിയാർക്ക് സൗഖ്യവും വിടുതലും സമാധാനവും തന്ന ദൈവം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും യേശുവിന്റെ സമാധാനത്താലുള്ള ഹല്ലേലൂയ ആമേൻ അനുഗ്രഹവും വിടുതലും സമാധാനവും സൗഖ്യവും പ്രാപിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ എല്ലാ മക്കളെയും ദൈവം സഹായിക്കണം അപ്പ. അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണേ. സന്തോഷം സൗഖ്യം സമാധാനം സകല ജനത്തിനും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞാൻ നിങ്ങളൊരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നരളി ചെയ്ത കർത്താവ് ദിനംതോറും യേശു കർത്താവിന്റെ മാറിൽ ചാരി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തക്കോണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പാ. അനുഗ്രഹിക്കണം, മാനിക്കണം അപ്പാ. ഈ പൽക്കാല വിശുദ്ധ സഭാരാധന എല്ലാവർക്കും ദൈവത്തെ ആരാധിപ്പാനുള്ള അനുകൂല സാഹചര്യങ്ങളും ആരോഗ്യവും ബലവും സൗഖ്യവും കർത്താവ് നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ. സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനാൽ ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ ഇടയാകാതെ അങ്ങയുടെ പുനർനാമത്വത്തിന് പുകഴ്ചയ്ക്കുമായി തീരുവാൻ അങ്ങ് സഹായിക്കും. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.